+2 കഴിഞ്ഞതിന് ശേഷം ഈ ഒരു 2026 കാലഘട്ടത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കോഴ്സ് ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും നേഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സസിൻ്റെ പുറകിലാണ്. എന്നാൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു അടിപൊളി കോഴ്സാണ് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. സിവിൽ എഞ്ചിനീയറിംഗ് അടിപൊളിയാണെന്ന് പറയാൻ ഒരുപാട് റീസൺസ് ഉണ്ട്. അതിലൊന്നാണ് AI എന്ന് പറയുന്ന ടെക്നോളജിക്ക് ഒരിക്കലും ഒന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. മാത്രമല്ല, നമ്മൾ 10 വർഷം മുന്നേ കണ്ട ബിൽഡിങ്സോ അല്ലെങ്കിൽ റോഡ് വേസോ ഹൈവേസോ ഒന്നും അല്ല നമ്മൾ ഇന്ന് കാണുന്നത്. നമ്മുടെ കൺട്രി ഡെവലപ്പിംഗ് ആണ്. അപ്പോൾ നമ്മുടെ കൺട്രി ഇപ്പോഴും ഡെവലപ്പ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ ആവശ്യം നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയിലുണ്ട്. മാത്രമല്ല, വിദേശത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ജോബ് സാധ്യതകളാണ്. ഇനി ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരുപാട് സിവിൽ എഞ്ചിനീയേഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ട് ജോലി ഇല്ലാണ്ട് വേറെ ജോലിക്ക് പോയി ജീവിതം പുലർത്തി കൊണ്ടുപോകുന്നവരാണ്. അതുകൊണ്ട് സിവിലൊക്കെ പഠിച്ചാൽ ജോലി കിട്ടുമെന്നുള്ളത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് പറയുന്നതോ കേട്ടിട്ട് കോഴ്സ് എടുത്ത ആൾക്കാരായിരിക്കും പെട്ടുപോകാറ്. ഇവിടെ നിങ്ങൾ ചിന്തിച്ചതിന് ശേഷം മാത്രം കോഴ്സ് ചൂസ് ചെയ്യുക. ഞാൻ പറഞ്ഞ ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്തമെറ്റിക്സിലൊക്കെ നല്ല രീതിയിൽ പഠിക്കാൻ കഴിവുള്ള ആൾക്കാരായിരിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇൻഡസ്ട്രിയോട് ഒരു ഇൻട്രസ്റ്റും പാഷനൊക്കെ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനകത്ത് സക്സസ് ആവാൻ കഴിയത്തുള്ളൂ. ഗവൺമെന്റ് ജോബ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലായിക്കോട്ടെ. ഇനി അതല്ല, നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗിനകത്തുള്ള നോളജും സ്കിൽസ് യൂസ് ചെയ്തുകൊണ്ട് സ്വന്തമായിട്ട് തന്നെ ബിസിനസ് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അത്രയും നല്ല പൊട്ടൻഷ്യൽ ഉള്ള കോഴ്സാണ്. മാത്രമല്ല, കോമ്പറ്റീഷൻ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ള ബെസ്റ്റ് കോളേജിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ പോയിട്ട് സിവിൽ എന്ന് കമന്റ് ചെയ്താൽ മതി. ഞാൻ ഡീറ്റെയിൽസ് അയച്ചു തരാം.